ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിവിൻസൺ ഡൊമിനിക്. ഞാൻ വരുന്നത് കൂത്താട്ടുകുളത്തു നിന്നാണ്. ഞാനിന്നിവിടെ 2 സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം 2019 ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എയ്നൽ റീജിയനിൽ, അതായത് മലദ്വാരത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ മുഴ പോലെ വരുമായിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിയിൽ വന്നിട്ട് അത് അങ്ങോട്ട് മുഴുക്കും, അതിനകത്ത് പഴുപ്പടിഞ്ഞ് അത് വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല വേദനയായിരിക്കും, നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാണ്ട് വരും. അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഇത് ചുക്കിക്കളയുക, അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പെടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് സ്ഥിരമായി വരാൻ തുടങ്ങി. ഒരു മാസത്തിൽ 2-3 തവണ ഓരോ കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ജീവിതം ഒരിക്കലും ഒരു നോർമലായിട്ടുള്ള രീതിയിൽ പോവാണ്ട് ഒരു മരുന്നിനോട് കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് കേരളത്തിലുള്ള ഒരുപാട് തന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സിനെ തന്നെ കണ്ടു. ഞാൻ കൂത്താട്ടുകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോയി ഡോക്ടേഴ്സിനെയും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നൊക്കെ നോക്കി, എന്നിട്ടും ഒരു മാറ്റമില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്ത് ഇതിൻ്റെ കാലാവധി തീരുന്ന അന്ന് തൊട്ടെങ്കിലും എൻ്റെ മോന് ഇനി ഒരിക്കലും ഇതുണ്ടാവരുത്. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി അമ്മ എടുക്കുന്നത് 2021 ഡിസംബർ 31 ഉടമ്പടി തീർന്നുവെങ്കിലും ഇത് വീണ്ടും വന്നുകൊണ്ട് തന്നെയായിരുന്നു. ആ ഉടമ്പടിയിൽ ഇത് മാറിയില്ല. അപ്പം അങ്ങനെ വന്ന് വീണ്ടും കുറേ കാലം കഴിഞ്ഞ് അമ്മ ഒന്നോടെയും അമ്മയുടെ വിശ്വാസം വെച്ച് അമ്മ വീണ്ടും ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആ ഉടമ്പടി തീർന്നേ പിന്നെ ഇന്ന് വരെ എനിക്കൊരിക്കലും ആ ഒരു രോഗം ഉണ്ടായിട്ടില്ല. ഈ രോഗം ഉണ്ടാവാൻ തുടങ്ങിയ പിന്നെ ഞാൻ 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ വരുന്നതനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രാവർത്തികമാകുന്ന കാര്യമല്ലായിരുന്നു. അന്ന് ആ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടിയോട് കൂടെ എനിക്ക് പിന്നീട് ഇന്ന് ഈ നിമിഷം വരെ ഒരു കാര്യത്തിലും ഒരു രീതിയിലും ആ രോഗം വീണ്ടും ഉണ്ടായിട്ടില്ല. മറ്റൊരു സാക്ഷ്യം, എനിക്ക് ഒന്നാമത്തെ സാക്ഷ്യത്തേക്ക് കൂടുതലും വളരെയധികം അനുഭവം തന്ന ഒരു സാക്ഷ്യമാണ് രണ്ടാമത്തെ സാക്ഷ്യം. ആ ഒരു സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം വൈകുന്നേരം അമ്മയ്ക്ക് നല്ല രീതിയിൽ തലവേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ കോട്ടയത്താണ് പഠിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ കോളേജിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് വന്ന് പറയുകയാണ്, മോനെ എനിക്ക് ഈ ഇടത്തെ കൈ കൊണ്ട് പാത്രവും സാധനവും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഈ കൈക്ക് തീരുമാനം ബലക്കുറവ് പോലെ. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് അത് അവിടെ ഒന്ന് പയറ്റി നോക്കി. അമ്മയോട് പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ സാധാരണത്തിലും വെച്ച് തീരുമാനം ബലമില്ലാത്ത പോലെ അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ രാവിലെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ കോളേജിൽ ഞാൻ വിളിച്ച് പറഞ്ഞു, മിസ്സേ ഞാനിന്ന് വരില്ല, അമ്മയ്ക്ക് ഇങ്ങനെ കൈക്ക് ബലക്കുറവ് പോലെ അനുഭവപ്പെടുന്നു, ഒരു തലവേദനയും കാണുന്നുണ്ട്. അപ്പോൾ മിസ് ലീവ് എടുത്തോളം പറഞ്ഞു. പക്ഷേ മിസ്സിൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ OP കാണിക്കാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഒന്നുകിൽ എറണാകുളത്ത് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നീ പഠിക്കുന്ന കോളേജിലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തോട് നേരമായി സ്ട്രോക്ക് കൂടിയിട്ടുണ്ടാവും, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് 7:30 ആയപ്പോഴത്തേനും കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചു. അപ്പോൾ അന്നേരത്തേനും എൻ്റെ മിസ്സും വന്നു. മിസ്സ് പറഞ്ഞ് അവിടുത്തെ സീനിയർ ഡോക്ടർ വന്ന് കണ്ടു. ഡോക്ടർ കണ്ടിട്ട് MRIക്ക് കൊടുത്തു. MRI എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ സ്ട്രോക്കിൻ്റെതായ സിംറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രോക്ക് വന്നതാണെങ്കിൽ നമുക്ക് MRI കാണാൻ പറ്റില്ല, മെഡിസിൻസ് തന്നു വിട്ടു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മയ്ക്ക് ആഹാരം ഇറക്കാൻ വളരെ ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അതൊരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ തലേദിവസം കണ്ട ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു, വേറൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ വീണ്ടും ഒരു MRIക്ക് പറഞ്ഞു. MRIയിലൊന്നും കണ്ടില്ല. പക്ഷേ അമ്മയുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ് വെച്ച് ഡോക്ടർ പറഞ്ഞു, നമുക്കിതൊരു പന്തിയായിട്ട് തോന്നുന്നില്ല, നമുക്ക് വീട്ടിൽ പോകണ്ട, അമ്മേനെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മേനെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ അമ്മ വാഷ്റൂമിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുനിഞ്ഞപ്പോൾ അമ്മ നിപ്പി മറിഞ്ഞു വീണു, പുറകോട്ട് വീണു. അമ്മേനെ കിടത്തി കാഷ്വാലിറ്റിയിൽ നിന്ന് ഓങ്കോള് വന്ന് ജൂനിയർ ഡോക്ടേഴ്സ് വന്ന് കണ്ടു. ഡോക്ടേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തലേ ദിവസം ഇടത്തെ കൈക്ക് ഒരു ബലക്കുറവായിട്ട് വന്ന് അമ്മയുടെ 2 കാലിനും 2 കൈക്കും എളിക്കും പെടലിക്കും അന്നനാളത്തിനും ഭക്ഷണം ഇറക്കുന്ന ഭാഗത്തിനും തളർച്ചയുണ്ട്, അതായത് ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ സീനിയർ ഡോക്ടറിനെ വിളിക്കാം. ഡോക്ടർ 1/2 മണിക്കൂർ കൊണ്ട് മെയിൻ ഡോക്ടർ എത്തി. ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതൊരു നാഡി തളർന്നു പോകുന്ന രോഗമാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരായി പ്രവർത്തിച്ച് നാഡിക്ക് ചുറ്റുമുള്ള മൈലൻ ഷീത്ത് എന്ന് പറയുന്ന കവറിങ് നശിച്ചു പോകുന്ന 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു പ്രത്യേകതരം രോഗമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിതിന് 2 തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. ഒന്നെങ്കിൽ ബ്ലഡ് മാറ്റി കയറ്റുക, അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. പക്ഷേ ഈ 2 ട്രീറ്റ്മെൻറ്റും നമുക്ക് ഇച്ചിരി റിസ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മേനെ ICUലോട്ട് മാറ്റണം, ഇൻറ്റൻസീവിൽ വെച്ച് മാത്രമേ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. അമ്മേനെ കൺവിൻസ് ചെയ്തിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി എന്നോടും പപ്പയോടും പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഡോക്ടർ നഴ്സിംഗ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്നൊരു ടേബിൾ വലിച്ചിട്ടിട്ട് അമ്മയുടെ ഫയൽ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം മിണ്ടാന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്, ഇത് ഗില്ലൻ പാരി സിൻഡ്രം അഥവാ GBS എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച കൊണ്ട്
കാലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ തളർച്ചയുണ്ടായി ശരീരത്തിൻ്റെ മേപ്പോട്ട് തളർന്നു പോകുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ തളർച്ചയുടെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 4 ആഴ്ച കൊണ്ടാണ് ഇപ്പം അമ്മയ്ക്ക് എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. പക്ഷേ വെറും 3 ദിവസം കൊണ്ട് അമ്മയുടെ ശരീരഭാഗത്ത് 60% തളർച്ച സംഭവിച്ചു. 4 ആഴ്ച കൊണ്ട് സംഭവിക്കുന്നത് വെറും 3 ദിവസം കൊണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് താഴെ നിന്ന് മേപ്പോട്ട് തളരേണ്ടതെങ്കിലും മമ്മയ്ക്കുണ്ടായത് മുകളിൽ നിന്ന് താഴോട്ടാണ്. ഏറ്റവും അവസാന മൂർധന്യ അവസ്ഥയിൽ തളർന്നു പോകുന്ന ഭാഗമാണ് അമ്മയ്ക്ക് ആദ്യം തളർന്നത്. അമ്മയുടെ അന്നനാളമാണ് ആദ്യം തളർന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇതിൽ നിന്നൊരു റിക്കവറി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 4 ആഴ്ച ഇതിനൊരു പ്രോഗ്രഷൻ തളർച്ച നിൽക്കുന്നൊരു രോഗമായതുകൊണ്ട് ഇനി ഈ നിമിഷം തൊട്ട് 4 ആഴ്ച വീണ്ടും ഒരു തളർച്ചയിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അമ്മയുടെ ശ്വാസകോശം തളർന്നു പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ 4 ആഴ്ച നമുക്ക് ഒരാളെ വെന്റിലേറ്ററിൽ ഇടാൻ പറ്റില്ല. നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 1.5 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ ഒരാളെ വെന്റിലേറ്ററിൽ നമുക്ക് മൂക്കിക്കൂടെ വായിക്കൂടെ ട്യൂബിട്ട് നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായും ട്രക്കിയോസ്റ്റമി ചെയ്യണം, തൊണ്ട തുളച്ച് ട്യൂബ് ഇടേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു 4 ആഴ്ചയോളം ഒരു പേഷ്യൻ്റ് കിടന്നു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിനക്കറിയാമല്ലോ എത്രത്തോളം ഉണ്ടാവും പിന്നത്തെ അവസ്ഥ എന്നുള്ളത്. തീർച്ചയായും നമ്മൾ തകർന്നു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് 2 തരത്തിലാണുള്ള ബ്ലഡ് മാറ്റി കയറ്റുക, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. ഈ ബ്ലഡ് മാറ്റി കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25,000 രൂപയോളം ചിലവ് വരും. 7 ദിവസം കൊണ്ടാണ് ഒരു ട്രിപ്പിന് 25,000 രൂപ വെച്ച് 7 ദിവസത്തോളം നമുക്ക് ബ്ലഡ് മാറ്റി കയറ്റേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കുക. ഈ ഇഞ്ചക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 1 ലക്ഷം രൂപയോളം ചിലവ് വരും. കുറഞ്ഞതൊരു 5 ഡോസെങ്കിലും എടുക്കേണ്ടി വരും. എത്ര ഡോസെങ്കിലും നമുക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഡോക്ടർ അന്നേരം പറഞ്ഞത്, ഇപ്പോൾ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ 3 ദിവസമെങ്കിലും നമുക്ക് മുമ്പോട്ട് നീങ്ങി കിട്ടിയെങ്കിൽ മാത്രമേ വേറൊരു ഭാഗം തളരാതെ 3 ദിവസം നിന്ന് കിട്ടിയാലേ നമുക്ക് ഇതിൽ നിന്നൊരു റിക്കവറി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അന്ന് അമ്മേനെ കാണാൻ കയറിയപ്പോൾ അമ്മ ഇവിടെ അന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ആണ് അമ്മ ഉടമ്പടി എടുത്തത്. അപ്പം അന്നേരം അമ്മ അകത്ത് കയറി കഴിഞ്ഞ് അമ്മേനെ കണ്ടപ്പോൾ അമ്മേനോട് പറഞ്ഞു, അമ്മയുടെ കാശുരൂപം വേണമെന്ന് പറഞ്ഞു. ഞാൻ കാശുരൂപം കൊണ്ട് കൊടുത്തു. അന്നേരമാണ് ഇനി 3 ദിവസം കൂടെ ഉള്ളൂ അമ്മയുടെ ഉടമ്പടിയുടെ കാലാവധി തീരാൻ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് അച്ഛനെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് അന്ന് അച്ഛൻ വിദേശത്ത് ഒരു ധ്യാനം നടത്തുവാൻ വേണ്ടി പോകാനിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അച്ഛനെ കാണുക എന്നുള്ളത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വളരെ അത്യാവശ്യമുള്ള കാര്യം ആൾക്കാർക്ക് മാത്രമേ അന്ന് അച്ഛനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഒന്നുകിൽ ക്യാൻസർ പേഷ്യൻസിന് അല്ലെങ്കിൽ എക്സാമുകൾ എന്തെങ്കിലും നിൽക്കുന്നവർക്ക് മാത്രം. അമ്മയുടെ എല്ലാ റിപ്പോർട്ടുമായിട്ട് വന്നിട്ടും എന്നെ അവിടെ കാണാൻ അവർ അനുവദിച്ചില്ല. പക്ഷേ അവരുടെ ആൾക്കാരുടെ ജനക്കൂട്ടം കാരണം അവർ വിളിച്ചു ചോദിച്ചു, ICU പേഷ്യൻസിൻ്റെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ കൈപൊക്കി, ഞാനുണ്ട്. അപ്പോൾ ചോദിച്ചു, ആരാ നിൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് ICU കിടക്കുന്നത്, നീ വരാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ പേപ്പറുകളും റിപ്പോർട്ട്സും എല്ലാം മേടിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇത് വെച്ചുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റിയല്ല, അമ്മ ICUലായിരിക്കുന്ന ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിനെ വെച്ചുകൊണ്ട് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ICUവിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പപ്പേനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞു, നീ അവിടെ മാതാവിൻ്റെ രൂപത്തെ കൊണ്ട് അതുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് നീ തിരിച്ചു പോരെ, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ PROനെ ഒന്ന് കണ്ട് അന്വേഷിക്കുക, എങ്ങനെയെങ്കിലും മാർഗ്ഗമുണ്ടോ. അപ്പോൾ PROയുടെ അടുത്ത് ചെന്നപ്പോൾ PRO അവിടെ ഇല്ല. പക്ഷേ അവിടെ നിന്ന് ഒരാൾ തന്ന നമ്പർ വെച്ച് PROനെ വിളിച്ചപ്പോൾ PRO പറഞ്ഞു, ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല, ഞാൻ ICU വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ICU വിളിച്ച് പറഞ്ഞ് അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തു. ഞാനിവിടെ കാണിച്ചു. ഇവിടെ ഞാൻ അച്ഛനെ കാണാൻ പറ്റി. ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഈ ഫോട്ടോയും ആ റിപ്പോർട്ടുകളും വെച്ച് മാതാവിൻ്റെ രൂപത്തെ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ചിട്ടും ആ ഫോട്ടോയിൽ ഒരു കുരിശ് വരച്ചു. എനിക്കൊരു കാശുരൂപം തന്നു. ഈ കാശുരൂപമായിട്ട് ഞാൻ തിരിച്ചു ചെന്ന് അമ്മയുടെ കയ്യിൽ ആ കാശുരൂപം കൊടുത്തു. അന്ന് ഞാനിവിടെ വന്ന് പോയി ആ ദിവസം തൊട്ട് അമ്മയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആരംഭിച്ചു. 3 ദിവസം ഇങ്ങനെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞ കാര്യം അന്ന് ഞാനിവിടുന്ന് പോയി അന്ന് തൊട്ട് അമ്മയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ ഒരു ശരീരം ഒരു ഭാഗവും തളർന്നു പോയിട്ടില്ല. മാതാവിൻ്റെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മളൊരു ഉടമ്പടി എടുത്തു. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നമ്മൾ പ്രാർത്ഥിച്ച സമയത്തിനുള്ളിൽ നടന്നില്ല എങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ടായിരിക്കും. ആ തടസ്സങ്ങൾ മാറുന്ന സമയങ്ങളിൽ നമ്മുടെ ആ ആവശ്യം എന്താണെങ്കിലും മാതാവിൻ്റെ മധ്യസ്ഥയെ സംരക്ഷിച്ച് നടന്നു കിട്ടുമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിശ്വസിക്കുകയാണ്. തീർച്ചയായും ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവും. ഇത് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഒരു 2-3 മാസത്തിനുള്ളിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ആശ്രമത്തിൽ എൻ്റെ പപ്പയും അമ്മയും കൂടെ പോയി അച്ഛനെ കണ്ട സമയത്ത് അച്ഛൻ തലക്കി പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് മാതാവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിലുള്ളതായി കാണുന്നുണ്ടായെന്ന്. ആ പറഞ്ഞ വാക്കിന് വെച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നമ്മൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അന്ന് തൊട്ട് അന്ന് ആ സംഭവത്തിന് ശേഷം ഞാൻ ബസ് കയറാനൊക്കെ നിൽക്കുവാണെങ്കിൽ ആരെങ്കിലും പത്രം കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും, കൃപാസനത്തിലെ പത്രമാണോ? അതെ, എനിക്കൊരെണ്ണം തന്നേക്കാൻ പറയും. മേടിച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, ഈശോപ്പേ ആ ആളുടെ ആവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുത്തേക്കണേന്ന്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. ഇടവകയിലുള്ള ഓരോ കിടപ്പ് രോഗികളെ സന്ദർശിക്കുമായിരുന്നു. അനാഥ മന്ദിരത്തിലുള്ള അനാഥരായിട്ടുള്ളവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു. പത്രവിതരണം നടത്തുമായിരുന്നു. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള രോഗികളായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു 2 അനുഗ്രഹം തന്നതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അറിയിക്കുന്നു.